പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ ഇറങ്ങാൻ പോകാം. ജനത്തോട് പറയണം, നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണും, ഞാൻ ഇറങ്ങാൻ പോകുക. കർത്താവ് എന്നോട് പറയുന്നു, അതെ, ദൈവം ഇറങ്ങാൻ പോകുക. എന്നിട്ട് ഒരു അതിർ വരച്ചു, ഒരു പാളയം അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വസ്ത്രങ്ങൾ അലക്കി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ ഒരുങ്ങി ഈ പാളയത്തിൽ നിൽക്കണം. പക്ഷേ ഇവിടെ ഒരു അതിർ വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കരുത്. പുരുഷാരമല്ല ഇവിടെ നിൽക്കുകയാണ്. ആരെ കാണാൻ? ദൈവത്തെ കാണാൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. എന്നാൽ അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം പറഞ്ഞു, ഈ കോമ്പൗണ്ടിന് അപ്പുറത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 70 മൂപ്പന്മാർ കയറി വരണം. സ്തോത്രം, ആമേൻ. അവർ അതിന്റെ അപ്പുറത്തേക്ക് കയറി വന്നു. പരിശുദ്ധാത്മ ഇന്ന് പലരെയും അടുത്തതിലോട്ട് കയറ്റുകയാണ്. പുരുഷാരം നിന്ന അളവിൽ നിന്ന് ദൈവം ചിലരെ അടുത്തതിലോട്ട് കയറ്റുകയാണ്. 70 മൂപ്പന്മാർ മലയുടെ അടിവാരത്തിൽ നിന്നോണം, മലയിലോട്ട് കയറരുത്. എന്നാൽ മലയിലേക്ക് ഒരുത്തൻ കയറി വരണം. അത് വേറെ ആരുമല്ല, മോശ കയറി വരണം. അങ്ങനെ മോശ ആ പർവ്വതത്തിലേക്ക് കയറി 40 ദിവസം ദൈവത്തിന്റെ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. മലയുടെ താഴിലിരുന്നവർ ശബ്ദം കേട്ടു, അവൻ തീ കണ്ടു, അവൻ പുക കണ്ടു. എന്നാൽ മൂപ്പന്മാർ അല്പം കൂടെ ശക്തമായ കാഴ്ച കണ്ടു. എന്നാൽ അതിന്റെ മുകളിൽ മോശ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ ഗ്ലോറി. ദൈവം ഇന്ന് ചിലരെ കയറ്റുകയാണ്, ആത്മാവിൽ കയറ്റുകയാണ്, അഭിഷേകത്തിൽ കയറ്റുകയാണ്, ശുശ്രൂഷയിൽ കയറ്റുകയാണ്, നിയോഗത്തിൽ കയറ്റുകയാണ്.